നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും റീൽസുകളിലും വെബ് സീരീസുകളിലും ഏതെങ്കിലുമൊക്കെ അന്യരാജ്യത്ത് നിന്ന് വരുന്ന വെബ് സീരീസുകളിലും മ്യൂസിക് ബാൻഡുകളിലും ഒക്കെ തുടർച്ചയായ കേൾവിക്കാരാണെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മണിക്കൂറുകൾ ഇൻസ്റ്റഗ്രാമിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ BTS പോലെയുള്ള മ്യൂസിക് ബ്രാൻഡുകളുടെ പരിസരത്ത് ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള 9 മഹാ അപകടങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന്, അഡിക്ഷൻ എന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വരും. എന്താ അഡിക്ഷൻ? വൈകുന്നേരം നിങ്ങളുടെ വീടിന്റെ അടുത്ത് കള്ള് ഷോപ്പിന്റെ മുമ്പിൽ പോയി നോക്കിയാൽ കാണാം 4 കാലിൽ ഇങ്ങനെ ആടിപ്പോണ കുറച്ച് മനുഷ്യന്മാര്. ചെന്നിട്ട് ഭാര്യഞ്ഞി മക്കളൊക്കെ ഒരു തല്ലും, തച്ച് ദ്രോഹിച്ച് ആർത്ത് കരഞ്ഞ അയൽക്കാരൊക്കെ വരും. അയാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന് തീ കൊടുക്കാൻ വേണ്ടി പന്തം കത്തിച്ച് ഇങ്ങനെ നിൽക്കും. അയാള് പിന്നെ മരത്തിന്റെ മേലെ കയറിയിട്ട് കഴുത്തിൽ കയറിട്ട് നിൽക്കും, ഞാൻ തൂങ്ങിച്ചാകാണെന്ന് പറഞ്ഞിട്ട്. കാരണം വയറ്റിന്റെ ഉള്ളിൽ മറ്റേ സാധനമാണ്. ഈ വ്യക്തി പക്ഷേ ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മക്കൾ കാണിച്ചു കൊടുക്കുമ്പോ അങ്ങനെ കരയും. അച്ഛന്റെ കുട്ടികൾ എന്നോട് ക്ഷമിക്കണം, നാളെ അച്ഛൻ പോകൂല. സത്യം സത്യം. നമ്മളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ പഠിപ്പിച്ച പല സ്കൂളുകളിലും നമ്മൾ കണ്ട ചിത്രമാണ് നിങ്ങളോട് ശരിക്കും പറയണേ. ചില വീട്ടിലെ ചില കുട്ടികളുടെ അവസ്ഥയാണ്. മാഷ ഞാൻ സത്യം ചെയ്ത് പറയണമെന്നൊക്കെ പറയും. മാഷ സത്യം ചെയ്ത് പറയാനൊന്നും പറ്റൂല, അള്ളാനെ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. മുറുക്കി പിടിച്ച് നമ്മളോട് പറയണേ ആൾക്കാർ പിന്നെ വൈകുന്നേരം കാണാൻ പിന്നെ ഇങ്ങനെ പോണ്. എന്താ സംഭവം? ഇതിന്റെ പേരാണ് അഡിക്ഷൻ. അഥവാ ഒഴിവാക്കാൻ കഴിയാത്ത വിധം ഒരു വസ്തുവിനോട് അത്യാർത്തി ഉണ്ടാവുക, അല്ലേ? ചില ആൾക്കാർ പറയും എനിക്ക് അഡിക്ഷൻ ഒന്നും ഇല്ലാന്ന് പറയും. ഇപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇവിടെ അഡിക്ഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കൈവെക്കൂല. കാരണം എന്താ പറയുക, ഒരാളോട് പറഞ്ഞു ഞാൻ 20 കൊല്ലമായിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ട്, എനിക്കൊരു അഡിക്ഷനും ഇല്ല. മനസ്സിലായില്ലേ? ഈ മാനസികാവസ്ഥയിലാണ് നമ്മൾ ആളുകളൊക്കെ ഉള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മളെ കൈ ഇങ്ങനെ ഫോണിലേക്ക് അറിയാതെ പോകണം. വാപ്പ മരിച്ചു കിടക്കുകയാണെങ്കിലും കൈ അവിടെ ഇങ്ങനെ ഉണ്ടാവും. വാപ്പ മരിച്ചു കിടക്കുകയാണെങ്കിൽ 5 മിനിറ്റ് മാറിക്കുമ്പോ ഇതേ കാര്യം പരിപാടി. നല്ല കാര്യത്തിന് ഇടപെടുന്നതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയണേ. എന്താണ് ലക്ഷ്യം എന്ന് പോലും അറിയാതെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഉണ്ടെങ്കിൽ നമ്മളിൽ അഡിക്ഷൻ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ വിഷയത്രേ ഉള്ളൂ, 12 മണിക്കൂറൊക്കെ ഇരുന്നൊരാൾ കളിക്കുക. അപ്പൊ നമുക്ക് തോന്നും ഞാനൊന്നും അങ്ങനെ കളിക്കൂല. ആദ്യം ആരും അങ്ങനെ കളിക്കല്ല. ഒരൊറ്റ പഫ് എടുത്തതാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കണോടത്തുനിന്ന് +2 പഠിക്കണ ഒരു പയ്യൻ ഒന്ന് വലിച്ചു നോക്കടാന്ന് പറഞ്ഞു. ഒറ്റ വലി. ഇപ്പൊ തുണിയൊക്കെ പോയി റോഡ് സൈഡിൽ കിടക്കാണ്. അത്രേ ഉള്ളൂ. ആ ഒറ്റ വലിമെന്നാണ് ഇങ്ങോട്ട് എത്തിയത്. എന്ന് പറയണ പോലെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കൂല. ഉമ്മ വിളിക്കണത് ഇഷ്ടമുണ്ടാവില്ല, വാപ്പ വിളിക്കണത് ഇഷ്ടമുണ്ടാവില്ല. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും.